ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിയുന്ന പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിന് ജാമ്യമില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം നിഷേധിച്ചത്. വിവരങ്ങളുമായി എ.കെ. ലതീഷ് കോഴിക്കോടും ചേരുകയാണ്. ലതീഷ്, ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത്. പി.കെ. ബുജൈറിന് ജാമ്യമില്ല, ജാമ്യം നിഷേധിച്ചിരിക്കുന്നു കുന്നമംഗലം കോടതി. പ്രധാനമായും ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി വിലയിരുത്തിയത് എന്തൊക്കെ കാര്യങ്ങളാണ്? മനു, കോടതി വിധിയുടെ വിശദാംശങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. എന്തായാലും ജാമ്യ ഹർജി തള്ളുന്നു എന്ന ഒറ്റ വരിയാണ് മജിസ്ട്രേറ്റ് ഈ കോടതിയിൽ, കുന്നമംഗലം 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അല്പം മുമ്പ് അറിയിച്ചത്. 3 ദിവസം മുമ്പാണ് ഹർജി സമർപ്പിച്ചത്, ജാമ്യ ഹർജി സമർപ്പിച്ചത്. പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദം ബുജൈർ അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, പോലീസിനെ ആക്രമിച്ച കേസിൽ പ്രതിക്ക് ജാമ്യം നൽകുന്നത് തെറ്റായ സന്ദേശം നൽകും, ഒപ്പം മറ്റ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അന്വേഷണം നടക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് റിപ്പോർട്ടായും പ്രോസിക്യൂഷൻ വാദമായും കോടതി മുമ്പാകെ വന്നിരുന്നു. എതിർവാദമായി പ്രതിഭാഗം ഉന്നയിച്ചത് സമ്മർദ്ദ ഫലമായാണ് ഇത്തരം ഒരു കേസ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ഫലമായാണ് പോലീസിന് ഇത്തരം കേസ് എടുക്കേണ്ടി വന്നത് എന്നുള്ള ഒരു വാദമാണ് അവർ ഉന്നയിച്ചത്. എന്തായാലും പ്രതിഭാഗം വാദം പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിന് ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കുന്നമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ വിധി അല്പസമയം മുമ്പ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായും ഇനി തുടർ നടപടി എന്നുള്ള നിലയിൽ പ്രതിഭാഗത്തിന് മേൽക്കോടതിയെ സമീപിക്കേണ്ടി വരും. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് പി.കെ. ബുജൈർ തയ്യാറായിരുന്നില്ല, ഫോണിൻ്റെ ലോക്ക് തുറന്നു നൽകാൻ ബുജൈർ തയ്യാറായിരുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത ദിവസം പി.കെ. ബുജൈറിൻ്റെ രക്തസാമ്പിളും അന്വേഷണ സംഘം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് നിലവിൽ പി.കെ. ബുജൈർ കോഴിക്കോട് ജയിലിൽ റിമാൻഡിൽ കഴിയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണം പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ ജാമ്യ ഹർജി തള്ളുന്നത്. മനു, തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇവിടെ ലതീഷ് മനസ്സിലാക്കാൻ നമ്മൾ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഒന്ന് ബുജൈർ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, പോലീസിന് മൊബൈൽ ഫോണിൻ്റെ ലോക്ക് പോലും മാറ്റാൻ അല്ലെങ്കിൽ മാറ്റുന്നതിന് സഹകരിച്ചിരുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഫോൺ ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പോലീസിനെ ആക്രമിച്ച ഒരു പ്രതിയെ ജാമ്യത്തിൽ വിടുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ സന്ദേശം സമൂഹത്തിന് മുൻപിലേക്ക് നൽകും. ഈ അന്വേഷണ സംഘം മുന്നോട്ട് വച്ച, പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച ഈ വാദങ്ങളൊക്കെ കോടതി കണക്കിലെടുത്തു എന്ന് വേണ്ടേ ആദ്യഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ? തീർച്ചയായും ജാമ്യ ഹർജി തള്ളിക്കൊണ്ടുള്ള ഉത്തരവിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുന്നമംഗലം ജുഡീഷ്യൽ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത്തരം ഒരു ഹർജിയിൽ കഴിഞ്ഞ 2 ദിവസം മുമ്പ് വാദം പൂർത്തിയാക്കിയിരുന്നു. വിധി പറയാനായി മാത്രമാണ് ഇന്നത്തേക്ക് വെച്ചത്. വിധി വന്നത് സ്വാഭാവികമായും ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള വിധിയാണ് വന്നിരിക്കുന്നത്. ലഹരി പരിശോധനയ്ക്കെത്തിയ പോലീസിനെയാണ്, ലഹരി മരുന്ന് സംഘവുമായി ഉള്ള ബന്ധം പി.കെ. ബുജൈറിനുണ്ടായിരുന്നു, അത്തരത്തിലൊരു സന്ദേശം പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള പ്രതിക്ക് ലഭിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രതിയുമൊത്ത്, നാർക്കോട്ടിക് കേസിലെ പ്രതി റിയാസുമൊത്താണ് പി.കെ. ബുജൈറിനെ അന്വേഷിച്ചുകൊണ്ട് അന്വേഷണ സംഘം, പോലീസ് സംഘം, കുന്നമംഗലം പോലീസ് സംഘം പി.കെ. ബുജൈറിൻ്റെ അടുത്ത് ചൂലാംവയലിൽ, കുന്നമംഗലത്തെ ചൂലാംവയലിലെത്തുന്നത്. ആ ഘട്ടത്തിലാണ് ഈ പരിശോധനയുമായി സഹകരിക്കാതെ പി.കെ. ബുജൈർ പോലീസ് ഉദ്യോഗസ്ഥൻ, സിവിൽ പോലീസ് ഓഫീസർ അജേഷിനെ ആക്രമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തുന്നത്. പോലീസ് പി.കെ. ബുജൈറിനെ കീഴ്പ്പെടുത്തുന്നു, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. പി.കെ. ബുജൈറിൽ നിന്ന് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇത്തരം വിഷയങ്ങളിൽ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നിലവിലുള്ളത്. എന്തായാലും നിലവിൽ പോലീസ് എടുത്തിരിക്കുന്ന കേസ് പോലീസ് ഉദ്യോഗസ്ഥനെ അവരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി, ഒപ്പം പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ചു എന്ന വകുപ്പുകൾ ചുമത്തിയാണ് നിലവിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മറ്റ് ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ്. അതിൻ്റെ തെളിവുകൾ വരുന്ന മുറയ്ക്കായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വകുപ്പുകൾ പി.കെ. ബുജൈറിനെതിരെ ചുമത്താൻ പോലീസിന് കഴിയുക. മനു, ശരി, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നു. പി.കെ. ഫിറോസിന്റെ സഹോദരൻ പി.കെ. ബുജൈറിന് ജാമ്യമില്ല എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരമെന്ന് പറയുന്നത്. ഈ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് കോടതി വിലയിരുത്തിയ കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ, കാരണം അതിന്റെ ഒറ്റ വരി മാത്രമാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്നത്. ജാമ്യം നിഷേധിക്കുന്നു എന്ന് മജിസ്ട്രേറ്റിന്റെ ഒറ്റ വരി ഉത്തരവ് മാത്രമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ജാമ്യം നിഷേധിക്കാനുള്ള കാരണങ്ങളടക്കമുള്ള ഉത്തരവിന്റെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാക്കാൻ കഴിയുമെന്നാണ് ഏറ്റവും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പോലീസിനെ സംബന്ധിച്ച്, അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ഇത് ഏറ്റവും നിർണായകമാണ്.
നിർണായകമാണ്. കാര്യം ഇതുവരെ ഈ ബുജേർ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല, തെളിവുകൾ ശേഖരിക്കുന്നതിനുള്ള നടപടികളോട് സഹകരിച്ചിരുന്നില്ല. അതുമാത്രമല്ല, ഇതുപോലൊരു പ്രതി, ഇത്തരത്തിൽ ആരോപണ വിധേയനായി നിൽക്കുന്ന ഒരു പ്രതി, അയാളെ പുറത്തുവിടുന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം മോശമായിരിക്കും എന്ന അന്വേഷണ സംഘത്തിന്റെ വാദവും കോടതി കണക്കിലെടുത്തു എന്ന് തന്നെ വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഏതായാലും അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് കൂടുതൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മറ്റു വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവരങ്ങളാണ് AK ലതീഷ് കോഴിക്കോട് നിന്ന് നൽകിയത്.